ഈ ഒരു വീഡിയോ കാണാത്തവരായിട്ട് ഇപ്പൊ ആരും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഉണ്ടാകത്തില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ ആ കുഞ്ഞിപ്പോ നമ്മുടെ കൂടെ ഇല്ല. ഇത് ഞാൻ റിയാക്ട് ചെയ്യണോ എടുത്തിടണോ എന്ന് വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷെ ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, ഒരു മിനിറ്റ് മുന്നേ. ഒരു ലേഡി എന്നുള്ള സെൻസിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ actually കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കൊരു പാർട്ട്ണർ ഇല്ല. പക്ഷെ എനിക്കൊന്നൊരു 24 ഏജ് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളത്. പക്ഷെ എൻ്റെ എൻവയോൺമെന്റ് കൊണ്ടിട്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ ഇതുപോലൊരു കണ്ടന്റ് ഞാൻ കണ്ടു. 19 വയസ്സുള്ളൊരു പെൺകുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലാന്ന് തോന്നുന്നു പ്രസവിച്ചിട്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. നിങ്ങൾക്ക് നോക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റ് പാർട്ട്ണറിന്റെ കൂടെ പോകണമെങ്കിൽ ഏതൊരു കുഞ്ഞിനെ നോക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനിൽ ഏൽപ്പിക്കുക. ഇപ്പം ഒരിടത്തും ഒരു കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ അതിനെ കൊന്നു കളയേണ്ട ആവശ്യമോ വലിച്ചെറിയേണ്ട ആവശ്യമോ ഇല്ല. നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അവരിലേക്ക് ഏൽപ്പിക്കുക. ഇത് ആ വീഡിയോ കാണുമ്പോൾ ആ കൊച്ചിന്റെ മുഖം എന്ത് നിഷ്കളങ്കമാണ്. അതിനൊന്നും വാതുറന്ന് പറയാൻ പോലും പറ്റുന്നില്ല. അതിനകത്ത് ആ ക്രിയേറ്റർ ആ കുഞ്ഞിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഗിഫ്റ്റ് അത് വാങ്ങിക്കുന്നുണ്ട്. ഇതിലെന്തിന്റെ അമ്മയാണോ ആ സ്ത്രീ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അമ്മയാണേലും തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു കൊച്ചിനോട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുന്നത്? നിനക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? നിന്നെയൊക്കെ എങ്ങനെയാണ് അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നത്? കർമ്മം കൊണ്ടൊരു പെണ്ണും പിള്ള അമ്മയാവണം. നിനക്കൊക്കെ എങ്ങനെയാണ് അമ്മ നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കും, നിനക്ക് കൊച്ചിന് അത്രയൊക്കെ ചെയ്തിട്ടും നിനക്കത് കുഴപ്പമില്ലെന്ന് തോന്നുവാണെങ്കിൽ നീയൊക്കെ എവിടത്തെ തള്ളയാ? ഒരിക്കലും ഇത്ര ഇമോഷണൽ ആയിട്ട് ഞാൻ ഒരു കണ്ടന്റ് ഇട്ടിട്ടില്ല. പക്ഷെ എനിക്കിത് ഇങ്ങനെ അല്ലാണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കൊച്ചായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് നോക്കിയേനെ അതിനെ. നീ തന്നെ ജന്മം കൊടുത്ത കൊച്ചല്ലേടി അത്. നിനക്ക് നാണാവുന്നില്ലേ? നീ ജയിലിൽ പോയിട്ട് നീ തിരിച്ചിറക്കുമെന്ന് എനിക്കറിയാം. അന്ന് നീ വീഡിയോ കാണാൻ നിനക്ക് നാണാവുന്നില്ലേടി? എന്തിനാടി